തിരക്കേറിയ ജീവിതത്തിനിടയിൽ യാത്രകളൊക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ? അങ്ങനെ ഡ്യൂട്ടിക്കിടയിൽ അടുപ്പിച്ച് 2-3 ഓഫുകൾ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു 3 ഡേയ്സിലോട്ടുള്ളൊരു ഷോർട്ട് ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോകാൻ തിരഞ്ഞെടുത്തത് ന്യൂസിലാൻഡിലെ ടൗപ്പോയിലുള്ള ഹുക്ക ഫോൾസിലേക്കാണ്. രാവിലെ വെല്ലിംഗ്ടണിൽ നിന്നും ഏകദേശം 7 മണിയോടെ യാത്ര തിരിച്ചു ഞങ്ങൾ ഏകദേശം ഉച്ചയോടെ ഹുക്ക ഫോൾസിലെത്തി. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഹുക്ക ഫോൾസ് കാണാനായിട്ട് ഫ്രീ ആണ്. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഹുക്ക ഫോൾസ് നേരിൽ കാണുന്നതിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങളെ കൂടെ ഞങ്ങൾ കാണിക്കുകയാണ്. ഇതാണ് ന്യൂസിലാൻഡിലെ പ്രശസ്തവും അതിമനോഹരമായ ഹുക്ക ഫോൾസ്. ഇവിടുത്തെ വൈക്കാട്ടോ എന്ന് പറയുന്ന നദി ഒഴുകിയെത്തി അത് ഒരു നാരോവായ സ്ഥലത്തൂടെ ഇങ്ങനെ ഒഴുകുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഏകദേശം സെക്കൻഡിൽ 2,20,000 ലിറ്ററിൽ കൂടുതൽ വെള്ളമാണ് ഒരു 11 മീറ്റർ ഉയരത്തിൽ നിന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടി ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഒഴുകുന്നത് കാണാൻ. കാട്ടുപ്രദേശമായി ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് റിലാക്സേഷനും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റികൾക്കും പേരുകേട്ട സ്ഥലമാണ്. ജെറ്റ് ബോട്ട് യാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഹുക്ക ഫോൾസ് ജെറ്റിലെത്തി. ഓൺലൈൻ വഴി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഏകദേശം 30 മിനിറ്റോളം നീളുന്ന ഒരു ജെറ്റ് ബോട്ട് യാത്രയാണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ്. വൈക്കാട്ടോ റിവറിലൂടെ ഏറ്റവും അടുത്തായിട്ട് തന്നെ നമുക്ക് കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് ഈ വാട്ടർ ജെറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കാണാനായിട്ട് സാധിക്കും. അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ബോട്ടിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഞാനും ഹസ്ബൻഡും ഡ്രൈവറിൻ്റെ കൂടെയുള്ള സീറ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അദ്ദേഹം ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കണം ഹാൻഡിലിൽ. പിന്നെ ബോട്ട് 360 ഡിഗ്രി കറക്കുമ്പം അത് ഏത് സിമ്പിളാണ് കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ സേഫായിട്ട് അതിലിരിക്കുക എന്നുള്ളത്. ബോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഫോണ് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെയുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ഷൻ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടിയില്ല. എങ്കിലും ഓക്കെ ആയിരുന്നു. This is also the start of New Zealand's longest river, the Waikato River, 437 kilometres, and it's the only. അങ്ങനെ കുറേ ദൂരം ജെറ്റ് ബോട്ടിലൂടെ സഞ്ചരിച്ച് ഹുക്ക ഫോൾസിൻ്റെ ആ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ആ മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടോളൂ. 60,000 litres a second. At full noise, around 300,000 litres a second. They get a bit like my. അങ്ങനെ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ തൊട്ട് താഴെയായിട്ട് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്.
visited natural attraction. Just over 1 million people come and see it a year. It's also Lake Taupo's only outlet. Lake Taupo being New Zealand's largest lake. To put its size into context, same size as Singapore, so it's pretty big. This is also the start of New Zealand's longest river, the Waikato River, at 437 kilometres. And it's the only river in New Zealand that flows north. No other river does so. Now the falls today, they're really lacklustre, pretty low, only flowing about 20%, 60,000 litres a second. At full noise, around 300,000 litres a second. They get a bit like my wife sometimes, feel a bit angry, just can't get near them. Yeah, I can use that one here when she's not around, otherwise she gives me the beat. But yeah, when it's at 300 we just can't get near it. Mainly, I'm not sure if we our engines overrevving while we're up there. It's called cavitation. So how our boat works, we suck water up, pump it out through 2 nozzles at 800 litres. അങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വളരെ സേഫായിട്ട് തിരിച്ചെത്തി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.